നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വധഭീഷണിയിലാണ്, മറ്റാരുമല്ല, ഇന്ത്യൻ ഭരണഘടന വധഭീഷണിയിലാണ് പറയുന്നത് മുഹമ്മദ് റിയാസും. ഇന്നത്തെ ഈ ദിവസം പിണറായി വിജയൻ സർക്കാരിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ഉപയോഗിച്ചത് കേന്ദ്രത്തെ കടന്ന് വിമർശിക്കാനും ആക്രമിക്കാനുമാണ്, പ്രധാനമായും അയോധ്യ വിഷയം മുൻനിർത്തിക്കൊണ്ട്. അതേ രീതി തന്നെയാണ് ഇവിടെ മുഹമ്മദ് റിയാസും പയറ്റിയത്. എന്നാൽ എല്ലാം തകിടം മറിച്ച് മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് തന്നെ കേന്ദ്രത്തിന്റെ ഓരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ കേന്ദ്രത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയായിരുന്നു ഗവർണർ. എന്തായാലും ഇന്ത്യൻ ഭരണഘടന വധഭീഷണിയിലാണെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞു വെച്ചത്. എപ്പോൾ വേണമെങ്കിലും ഭരണഘടനയുടെ കഥ കഴിയാം. അത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഭരണഘടനയാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധം വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്നു. നല്ല ഫെഡറൽ സംവിധാനം വേണമെന്നും അതിൽ വ്യക്തമാക്കുന്നു. ഇപ്പോഴുള്ള ചില സാഹചര്യങ്ങൾ അതിൽ നിന്നും വിഭിന്നമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറയുകയാണ്. ഭരണഘടനയാണ് രാജ്യത്തെ പ്രധാന പ്രാണപ്രതിഷ്ഠയെന്നാണ്, അതിനു മുകളിൽ ഒരു പ്രതിഷ്ഠയ്ക്കും സ്ഥാനമില്ല എന്നുമാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞത്. മണിപ്പൂരിൽ ജനങ്ങൾ ഭീതിയിൽ കഴിയുന്നു, പൗരത്വം അപകടത്തിലാകുന്നു എന്ന കരുതുന്നവരും രാജ്യത്തുണ്ട്. ഈ ഭയങ്ങൾ മാറാൻ ഭരണഘടനയെ പ്രാണനാക്കി പ്രതിഷ്ഠിക്കണമെന്നും ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്നവർ ജനാധിപത്യത്തെ മാനിക്കാൻ ബാധ്യസ്ഥരാണെന്നും ആലപ്പുഴയിൽ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി പറയുകയായിരുന്നു. അതേസമയം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കമായപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഓരോ നേട്ടങ്ങളെ കുറിച്ചുമായിരുന്നു. വധഭീഷണിയിലാണെന്ന് മുഹമ്മദ് റിയാസ് ആവർത്തിച്ചു പറയുമ്പോൾ അതങ്ങനെയല്ല, കാര്യങ്ങൾ ഇങ്ങനെ കാണണമെന്ന് ഗവർണർ കൃത്യമാക്കുകയാണ്. ഇവിടെ മലയാളത്തിലാണ് ഗവർണറുടെ സന്ദേശം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ പേര് വിളിച്ചാണ് ഗവർണർ പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തത്. പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ അദ്ദേഹം വിവരിച്ചു. ഇതോടൊപ്പം കേരളത്തെ വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തു. കേരളം ആരോഗ്യകരമായ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത്. ഗവർണറിന്റെ നയപ്രഖ്യാപനമായിരുന്നു ഇന്ന് നടന്നതെന്ന് ഒറ്റയടിക്ക് പറയാം. എന്തായാലും ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കേന്ദ്രത്തെ ഇകഴ്ത്തിക്കാട്ടുവാനും ഈ അയോധ്യ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഭരണഘടന വധഭീഷണിയിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുവാനും വെൽ പ്ലാനായി ചെയ്തപ്പോൾ ഒരൊറ്റ വാക്കിൽ, ഒരൊറ്റ പ്രസംഗത്തിൽ എല്ലാം തകിടം മറിച്ചു കളഞ്ഞു നമ്മുടെ ഗവർണർ. അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു, ഇതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചതും.